അവകാശ നിഷേധത്തിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദ്വിദിന സത്യാഗ്രഹം കാഞ്ഞങ്ങാട്ട് തുടങ്ങി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് സമരം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കേരളത്തിലെ പെൻഷൻകാർക്ക് നൽകാനുള്ളൊരു ക്ഷാമാശ്വാസം 18% ക്ഷാമാശ്വാസം സർവീസ് പെൻഷൻകാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ദ്വിദിന സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത്. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ വെച്ച് നടത്തുന്ന സമരം ബുധനാഴ്ച രാവിലെ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 11ാം ശമ്പള കമ്മീഷന്റെ 3 ഉം 4 ഉം ക്ഷാമബത്ത കുടിശ്ശികയായി കിടക്കുകയാണ്. ആലോചിക്കണം, 2024 ജൂലൈ മാസത്തിൽ 12ാം ശമ്പള കമ്മീഷൻ നിലവിൽ വരുന്നതാണ്. നിലവിൽ വരുന്നതിന് 1-2 കൊല്ലം മുമ്പ് അതിനുവേണ്ടി കമ്മീഷനെ വെക്കണം. കാലങ്ങളായി ഗവൺമെന്റ് ചെയ്തു വരുന്നതാണ്. ഏത് സർക്കാരിനും അറിയാത്തതല്ല. എന്നാൽ 2024 ജനുവരിയിൽ നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണം കമ്മീഷൻ ഇതുവരെയും രൂപീകരിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, എത്രമാത്രം അപകടനയും എത്രമാത്രം പ്രയാസകരമായ അവസ്ഥയിലേക്കാണ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു അധ്യക്ഷനായി. സംസ്ഥാന നേതാക്കളായ C രത്നാകരൻ, PC സുരേന്ദ്രൻ നായർ, K സരോജിനി, MK ദിവാകരൻ, ബാലചന്ദ്രൻ കുരിക്കൽ, KP ബാലകൃഷ്ണൻ, TK വിജിൻ, KM വിജയൻ, ജില്ലാതല നേതാക്കളായ ചന്ദ്രൻ നാലപ്പാടം, MB തോമസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി തോമസ് മാത്യു സ്വാഗതവും ജില്ലാ ട്രഷറർ ബാബു മണിയങ്ങാനും നന്ദിയും പറഞ്ഞു. 12ാം പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് KSSPA കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ടെ മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ 2 ദിന സത്യാഗ്രഹം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.